നമസ്കാരം. STV ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതേതര ഇന്ത്യയാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടിയെന്ന് സീതാറാം യെച്ചൂരി. മോദി ഭരണത്തിൽ ഇന്ത്യൻ ഭരണഘടന നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. വിവിധ കേന്ദ്രങ്ങളിൽ LDF നിയോജക മണ്ഡലം റാലികൾ. പാലക്കാടിന്റെ സമഗ്ര മുന്നേറ്റം ഉറപ്പുവരുത്തുന്ന പദ്ധതികളും കാഴ്ചപ്പാടുകളുമായി NDA സ്ഥാനാർത്ഥിയുടെ വികസന രേഖ. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കാണിക്കയിടുന്നതിനായി വെച്ചിരുന്ന ഉരുളിയിൽ നിന്ന് പണം കവർന്ന ചാഴൂർ സ്വദേശി അറസ്റ്റിൽ. ടെമ്പിൾ പോലീസിന്റെ പിടിയിലായത് തെക്കിനിയടത്ത് വീട്ടിൽ 50 വയസ്സുള്ള സന്തോഷ് കുമാർ. ചാവക്കാട് തിരുവത്രയിൽ വീടിന്റെ മതിൽ തകർക്കാനുള്ള നീക്കം തടയാൻ ശ്രമിച്ച വീട്ടമ്മയ്ക്കു നേരെ ക്രൂരമർദ്ദനം. തൃശൂരിൽ പൂരങ്ങളുടെ പൂരം. പൂരച്ചടങ്ങുകൾ ആരംഭിച്ചത് കണിമംഗലം ശാസ്താവിന്റെ പുറപ്പാട് വടക്കുനാഥനിൽ എത്തിയതോടെ. ഘടകപൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങി. തെക്കോട്ടിറക്കം വൈകിട്ട് 5 മണിയോടെ. കുടമാറ്റമുൾപ്പെടെ കാഴ്ചയുടെ വിസ്മയത്തിന് തൃശൂരിലേക്ക് മിഴികൾ തുറന്നുവെച്ച് ഉത്സവപ്രേമികൾ. വാർത്തകൾ വിശദമായി. മതേതര ഇന്ത്യയാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടിയെന്ന് സീതാറാം യെച്ചൂരി. ഒറ്റപ്പാലത്ത് LDF നിയോജക മണ്ഡലം റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും വലിയ അഴിമതികളാണ് 10 വർഷത്തെ മോദി ഭരണകാലത്ത് നടന്നിട്ടുള്ളതെന്നും CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു. കേരളത്തിലെത്തിയപ്പോൾ NDAക്കെതിരെ LDF ഒന്നും പറയുന്നില്ലെന്ന പ്രസ്താവന കേട്ടു. ഇലക്ട്രൽ ബോണ്ട്, CAA, കാശ്മീരിന്റെ പ്രത്യേക പദവി എന്നീ വിഷയങ്ങളിലെല്ലാം ആദ്യം പ്രതികരിച്ചത് CPM ആണെന്ന് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. മറ്റ് ദേശീയ പാർട്ടികളൊന്നും ഇക്കാര്യങ്ങളിൽ നിലപാടെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും വലിയ അഴിമതികൾ നടന്ന ഭരണമാണ് 10 വർഷം നീണ്ട നരേന്ദ്രമോദിയുടെ ഭരണം. മതേതര ഇന്ത്യയാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. The secular democratic character of the Indian Republic with a rabidly intolerant, authoritarian, fascistic Hindutva Rashtra. That is the transformation they want to achieve, and that is why they want a 2/3 majority in the parliament and why Modi is asking for 400 plus seats. So that with that 2/3 majority they can change this constitution, abandon this constitution and bring in a fascist dictatorship. That has to be prevented. That is why today this is an existential threat and a crisis for India. This is a moment of defining whether India will survive as we know of it or India will be transformed into a fascistic dictatorship. പൊതുയോഗത്തിൽ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് T. സുനിൽ അധ്യക്ഷത വഹിച്ചു. K. പ്രേംകുമാർ MLA പ്രസംഗം പരിഭാഷപ്പെടുത്തി. NN കൃഷ്ണദാസ്, KS സലീഖ, S. അജയകുമാർ, M. ഹംസ, OK സൈതലവി, ലെനിൻ, ഇബ്രാഹിം, ബഷീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ സമഗ്ര വളർച്ച ലക്ഷ്യം വയ്ക്കുന്ന പദ്ധതികളുമായി NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ വികസന രേഖ പ്രകാശനം ചെയ്തു. മെട്രോമാൻ E. ശ്രീധരൻ പ്രകാശനം നിർവഹിച്ചു. അതിലത്തെ പ്രാർത്ഥനകളും അതിലത്തെ എക്സ്പെക്ടേഷൻസ് ഇനി മുതൽക്ക് നടപ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ പാതകളും കൃഷ്ണകുമാറിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിന് ഈ സമയത്തിൽ എല്ലാ വിജയാശംസകളും ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹം വിജയനായിട്ട് വരുന്നതിൽ യാതൊരു സംശയമില്ല. C. കൃഷ്ണകുമാറിന്റെ വികസന കാഴ്ചപ്പാടുകളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുമാണ് വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. E. ശ്രീധരനെ പോലുള്ളവരുടെ ഉപദേശങ്ങളും ഇതിലുണ്ട്. കർഷകർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, തൊഴിലാളികൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള പദ്ധതികളും ആശയങ്ങളുമാണ് വികസന രേഖയിൽ പ്രതിപാദിക്കുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ, വീടില്ലാത്തവർക്ക് വീട് എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം നാടിന്റെ സമഗ്ര വളർച്ചയ്ക്കുള്ള പദ്ധതികളും വികസന രേഖയിലുണ്ട്. ജയ് കിസാൻ പദ്ധതി, കർഷകർക്കായ പ്രത്യേക കാർഷിക പാക്കേജ്, സംഭരിക്കുന്ന നെല്ലിന് കേന്ദ്രവിഹിതം നേരിട്ട്, കാർഷിക വിളകൾ സംഭരിക്കാൻ നൂതന സാങ്കേതിക സൗകര്യങ്ങളുള്ള കേന്ദ്രം, കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാൻ എന്റെ വിപണി പദ്ധതി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. റെയിൽവേ വികസനം, വ്യവസായ വികസനം, റോഡ് വികസനം, ബഫർ സോൺ പ്രശ്നത്തിൽ പരിഹാരം, കുലത്തൊഴിലുകളുടെ സംരക്ഷണം, ഭാരതപ്പുഴ നവീകരണം, സമഗ്ര കായിക വികസനം, കലാ സാംസ്കാരിക വികസനം തുടങ്ങിയവയും വികസന രേഖയിലുണ്ട്. സൈനികരെയും വിമുക്ത ഭടന്മാരെയും ആദരിക്കുന്നതിന്റെ ഭാഗമായി
പാലക്കാട് കോട്ടമൈതാനത്ത് വാർ മെമ്മോറിയൽ സ്ഥാപിക്കുമെന്നും വികസന രേഖയിൽ വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരു രൂപ പോലും കൈപ്പറ്റാത്ത ഏക രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് സീതാറാം യെച്ചൂരി. കോട്ടായി പഞ്ചായത്ത് LDF ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കൃത്യമായ രാഷ്ട്രീയ നയനിലപാടുകളില്ലാത്ത പാർട്ടിയായി മാറിയെന്നും സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറുകയാണ്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. require that you will have to ensure that India, with all this diversity that we are talking of, that India is preserved, which means that this BJP that is today trying to create one country, one language, one culture, which is their slogan, that has to be defeated. Otherwise, this entire richness of our diversity, of the three Karnataka ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കോട്ടായി മേജർ റോഡിൽ LDF സമ്മേളനം സംഘടിപ്പിച്ചത്. K. പ്രേംകുമാർ MLA പ്രസംഗം പരിഭാഷപ്പെടുത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം TM ശശി അധ്യക്ഷത വഹിച്ചു. PP സുമോദ് MLA, CK രാജേന്ദ്രൻ, K. ചാമുണ്ണി, KN സുകുമാരൻ, A. അനിതാനന്ദൻ, M. വാസുദേവൻ, നാരായണൻ, സലീംകുട്ടി, സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. TK ദേവദാസ് സ്വാഗതവും KP രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നാടൻപാട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മോദി ഭരണത്തിൽ ഇന്ത്യൻ ഭരണഘടന സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. മണ്ണൂരിൽ LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട്. മതത്തിന്റെ പേരിൽ ഇന്ത്യയെ വിഭജിക്കാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമമെന്നും ബൃന്ദ കാരാട്ട് കുറ്റപ്പെടുത്തി. മതന്യൂനപക്ഷങ്ങളെ ഭീകരരായി ചിത്രീകരിക്കുകയാണെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. വിലക്കയറ്റം മൂലം ജനങ്ങൾ വലിയ ദുരിതം പേറുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് രൂക്ഷമായ വിലക്കയറ്റത്തിന് കാരണമാകുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഭീഷണി കേരളത്തിൽ നടക്കില്ലെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. നോക്കൂ, നിങ്ങൾക്കറിയാലോ, നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിക്കുകയാണ് BJP ഭരണത്തിൽ. അവർ നികുതി ചുമത്തുകയാണ് പല രൂപത്തിൽ, സെസ്സായിട്ടും അതുപോലെ തന്നെ ഡ്യൂട്ടികളുമായിട്ടും ഒക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നികുതി ചുമത്തുന്നുണ്ട്. ഇതിന്റെ ഫലമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിലക്കയറ്റം ഉണ്ടാക്കുന്ന നയങ്ങൾ BJP ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ. When the BJP came to power in 2014, it costs 1100 or 1200 rupees today. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് പ്രസംഗം പരിഭാഷപ്പെടുത്തി. SJN നജീബ് അധ്യക്ഷത വഹിച്ചു. ബൃന്ദ കാരാട്ടിനെ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ഹാരാർപ്പണം നടത്തി. ഏരിയ സെക്രട്ടറി CR സജീവ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പ്രസിഡന്റ് S അനിത, CPI ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ, CPM ലോക്കൽ സെക്രട്ടറി TR ശശി, ചിന്നക്കുട്ടൻ, ഷൌക്കത്ത് അലി, പ്രവീൺ, അബ്ദുൽ മുത്തലി, V മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൂരാവേശത്തിൽ തൃശൂർ. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ പുറപ്പാട് ആരംഭിച്ച് വടക്കുന്നാഥനിൽ എത്തിയതോടെ പൂരച്ചടങ്ങുകൾ ആരംഭിച്ചു. പിന്നാലെ ഘടകപൂരങ്ങൾ ഓരോന്നായി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങി. വിശ്വപ്രസിദ്ധമായ പൂരത്തിന്റെ ആഘോഷ നിറവിലാണ് തൃശൂർ നഗരം. പൂരദിനത്തിൽ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നും ആദ്യമെത്തുന്നത് കണിമംഗലം ശാസ്താവാണ്. ആചാരപ്രകാരം കണിമംഗലം ശാസ്താവ് വെയിലും മഴയുമേൽക്കാതെയാണ് എത്തി വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചത്. തുടർന്ന് പനമുക്കുംപിള്ളി, ചെമ്പൂക്കാവ്, പൂക്കാട്ടിരിക്കര, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, കുറ്റൂർ, നെയ്തലക്കാവ് എന്നീ ദേശങ്ങളുടെ ചെറുപൂരങ്ങളും
എത്തുന്നതാണ് പതിവ്. ഉച്ചയോടെ തിരുവമ്പാടിയുടെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് ആരംഭിച്ചു. പാറമേക്കാവിന്റെ 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഉടൻ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം താളമേളങ്ങളുടെ മേളമായ ഇലഞ്ഞിത്തറ മേളം നടക്കും. വൈകിട്ട് 5ഓടെ തെക്കോട്ടിറക്കം, പിന്നീട് കാഴ്ചയുടെ വിസ്മയം വിതറി കുടമാറ്റം, രാത്രിയിൽ പകലിന്റെ തനിയാവർത്തനം എന്നിവയും നടക്കും. പുലർച്ചെ 3 മണിക്കാണ് വർണ്ണവിസ്മയം തീർത്ത് പൂരം വെടിക്കെട്ട് നടക്കുക. ഇതിനുശേഷം പകൽപൂരവും ഉപചാരം ചൊല്ലി പിരിയലും ഉണ്ടാകും. ലോകത്തിന്റെ മിഴികൾ തൃശൂരിലേക്ക് തുറന്നുവെക്കുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ളവ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കാണിക്കയിടുന്നതിനായി വെച്ചിരുന്ന ഉരുളിയിൽ നിന്ന് പണം കവർന്നയാൾ പിടിയിൽ. ചഴൂർ തെക്കിനിയിടത്ത് വീട്ടിൽ 50 വയസ്സുള്ള സന്തോഷ് കുമാറിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തുള്ള ഗണപതി ക്ഷേത്രത്തിന് എതിർവശത്തെ സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ ഭക്തർക്ക് കാണിക്കയിടുന്നതിനായി വെച്ച ഉരുളിയിൽ നിന്ന് 11,800 രൂപയാണ് ഇയാൾ മോഷ്ടിച്ചത്. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ ഗിരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് മോഷണം നടത്തിയ തുക പോലീസ് കണ്ടെടുത്തു. ഇയാൾക്കെതിരെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സമാനമായ 10ഓളം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ASIമാരായ സാജൻ രാജേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുധാകരൻ, രതീഷ്, ഗോപകുമാർ എന്നിവരും പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് തിരുവത്രയിൽ വീടിന്റെ മതിൽ തകർക്കാനുള്ള ശ്രമം തടയാൻ ശ്രമിച്ച വീട്ടമ്മയ്ക്ക് നേരെ ക്രൂരമർദ്ദനം. തിരുവത്ര പാലക്കൽ വീട്ടിൽ പ്രശാന്തിന്റെ ഭാര്യ 33 വയസ്സുള്ള ആർച്ചയാണ് മർദ്ദനത്തിന് ഇരയായത്. വണ്ടി എടുക്കും, പാടി അടിക്കട്ടെ അടിക്കട്ടെ അവിടെ അടിക്കട്ടെ. പരിക്കേറ്റ ആർച്ചയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്റെ വീടിനടുത്തുള്ള സ്ഥലം വാങ്ങിയ ഗിരീഷ് എന്നയാളാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ആർച്ച പറഞ്ഞു. വീടിന്റെ മതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് ചോദിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. ഇരുമ്പുവടി കൊണ്ട് കയ്യിലും മുഖത്തും അടിച്ചു. ആക്രമണത്തിൽ ആർച്ചയുടെ പല്ലുകൾ പൊട്ടി. വീട്ടിലെ വളർത്തുനായയെയും ഇയാൾ ഉപദ്രവിച്ചു. സംഭവ സമയത്ത് ഓടിവന്ന ഭർത്താവിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലേക്ക് പോകവെ വാഹനം തടയുകയും വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയതായും ആർച്ച പറഞ്ഞു. ചാവക്കാട് പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ മതില് ഭയങ്കര ശബ്ദത്തോടുകൂടി പൊളിച്ചെടുത്തു. അത് ഞാൻ ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു ഇരുമ്പുവടി കിടപ്പുണ്ടായിരുന്നു. അതായത് ഈ ഇരുമ്പുവടി ഞങ്ങളുടെ ഗേറ്റുമ്മേ തന്നെ ചാരി നിൽക്കുന്ന പട്ടി ഇങ്ങനെ ഓടിക്കാൻ വെച്ചിരിക്കുന്നതാണ്. ആ വടി എടുത്തിട്ട് എൻ്റെ കൈക്ക് മാരകമായിട്ട് അടിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ ഇയാളുടെ റമ്മിലിട്ട് ഇയാൾ എന്ത് കളിച്ച് എനിക്ക് ഇത് എന്താ ചെയ്തിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അതായത് അപ്പോഴത്തെ ഞങ്ങളുടെ വീട്ടിലെ പട്ടി ചടി ഇയാളുടെ റമ്മിൽ ചെന്നപ്പോൾ ആ പട്ടി ഇയാൾ ക്രൂരമായിട്ട് മർദ്ദിച്ച് അപ്പോൾ തന്നെ ഹസ്ബൻഡ് ഓടി വന്ന് 1-2 ഇയാളെ തിരിച്ചു ഒരുപാട് പരിശ്രമിച്ച് പറഞ്ഞയക്കാൻ നോക്കിയിട്ടാണ് ഇയാൾ പോയില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കമ്പിവടി എടുത്തു കൊടുത്തു. അത് വെച്ചിട്ടാണ് എന്നെ ആ മാരകമായിട്ട് മർദ്ദിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സിവിൽ സർവീസ് പരീക്ഷയിൽ 754-ാം റാങ്ക് നേടിയ മങ്കര മാങ്കുറിശ്ശി സ്വദേശിനി ഡോക്ടർ TS റോഷ്നിക്ക് അഭിനന്ദന പ്രവാഹം. കോങ്ങാട് MLA കെ ശാന്തകുമാരി വീട്ടിലെത്തി റോഷ്നിയെ അനുമോദിച്ചു. മാങ്കുറിശ്ശിയിലെ തുഷാരം വീട്ടിലെത്തിയാണ് MLA റാങ്ക് ജേതാവ് ഡോക്ടർ TS റോഷ്നിയെ അനുമോദിച്ചത്. പ്രാദേശിക CPM നേതാക്കളും MLAക്കൊപ്പമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിനിടയിലാണ് MLA റോഷ്നിയെ അഭിനന്ദിക്കാനെത്തിയത്. ജനങ്ങളെ സേവിക്കാനും കൂടുതൽ ഉയരങ്ങളിലെത്താനും റോഷ്നിക്ക് കഴിയട്ടെയെന്ന് MLA ആശംസിച്ചു. ഞങ്ങൾ അവരെ കാണാൻ അഭിനന്ദിക്കാനും കൂടെ എത്തിയിരിക്കുകയാണ്. പാർട്ടി നേതാക്കന്മാരൊക്കെയുണ്ട്. ഇത്തരത്തിൽ പുതിയ കാലഘട്ടത്ത് സാധ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ നാട്ടുമുറങ്ങളിൽ നിന്നൊക്കെ കടന്നു വരിക എന്നുള്ളൊരു അഭിമാനമാണ്. ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു പ്രചോദനം കൂടിയാണ്. നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയിടത്തോളം ഡോക്ടറേറ്റ് അടക്കം ഫസ്റ്റ് റാങ്കിൽ ഗോൾഡ് മെഡലിസ്റ്റായിട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ട റോഷ്നി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വളരെ സത്യസന്ധമായി നമ്മുടെ സർവീസ് രംഗത്ത് പ്രവർത്തിച്ച് മുന്നേറുക എന്നുള്ള ഒരു ആശംസ കൂടിയാണ് പറയാനുള്ളത്. എന്തായാലും
അഭിനന്ദനത്തിൽ ഏറെ ആഹ്ലാദമുണ്ടെന്നും എല്ലാവരെയും നന്ദി അറിയിക്കുന്നതായും റോഷ്നി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ, വെൽഫെയർ പാർട്ടി നേതാക്കൾ എന്നിവരും റാങ്ക് ജേതാവിനെ അഭിനന്ദിക്കാനെത്തിയിരുന്നു. CPM ലോക്കൽ സെക്രട്ടറി ശശി, മുൻ ലോക്കൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ, ഷാജീവ്, ചെന്താമര തുടങ്ങിയവരാണ് MLAക്കൊപ്പം ഉണ്ടായിരുന്നത്. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ സ്വാമിനാഥന്റെയും റിട്ടയർഡ് അധ്യാപിക TN ഉഷയുടെയും മകളാണ് മാങ്കുറിശ്ശി തുഷാരം വീട്ടിൽ ഡോക്ടർ റോഷ്നി. ഭർത്താവ് ഡോക്ടർ VA അരുൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് വിഭാഗത്തിലെ ഡോക്ടറാണ് റോഷ്നി. റാങ്ക് നേട്ടത്തിൽ മാങ്കുറിശ്ശി തുഷാരം വീട് ആഹ്ലാദ നിറവിലാണ്. നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത്. എന്നെ അനുമോദിക്കാനും ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാകാനും മാഡം ബാക്കി എല്ലാവരും വന്നതിന് വളരെ നന്ദിയുണ്ട്. ഇനി എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവണം എന്നുള്ള ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വരൾച്ച പ്രതിസന്ധി രൂക്ഷമാകുന്നു. കുടിവെള്ളക്ഷാമത്തിന്റെ ഭീതി സൃഷ്ടിച്ച് ഷൊർണൂർ മേഖലയിലും ഭാരതപ്പുഴ വറ്റി. തടയണയിൽ ജലനിരപ്പ് താഴുന്നതോടെ ഷൊർണൂർ വാണിയംകുളം പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നിളാനദി അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയായി കഴിഞ്ഞു. ഭേദപ്പെട്ട വേനൽ മഴ വൃഷ്ടിപ്രദേശങ്ങളിൽ എത്രയും വേഗം ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ള വിതരണം മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഷൊർണൂർ തടയണയിലും ജലനിരപ്പ് താഴ്ന്നതോടെ ഈ പ്രദേശത്തും വരൾച്ചയുടെ ഗന്ധമാണിപ്പോൾ. പല ഭാഗങ്ങളിൽ കണ്ണീർച്ചാലായി പുഴ കാണാം. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് കിണറുകളിലേക്ക് വെള്ളമെത്തുന്നില്ല. ജലലഭ്യത കുറഞ്ഞതോടെ ചാൽ കീറി വെള്ളം പമ്പിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും വിജയകരമാകില്ല. ഷൊർണൂർ തടയണ എന്ന പ്രതീക്ഷ വറ്റുന്നതോടെ ഷൊർണൂർ നഗരസഭാ പരിധിയിലും വാണിയംകുളം പഞ്ചായത്തിലും ജലവിതരണം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ടാങ്കറിൽ വെള്ളമെത്തിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിളാനദിയിലെ മരുക്കാഴ്ചകൾ ഏതാനും നാൾ ജലോപയോഗം ഗണ്യമായി കുറയ്ക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാനില്ല. പുഴ പ്രതാപം തിരിച്ചുപിടിക്കും വരെ ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെ. ശക്തമായ വേനൽ മഴയ്ക്കുള്ള പ്രാർത്ഥനയിലാണ് നാട്. വരൾച്ചയുടെ അതിതീവ്രതയിൽ കനൽ മണലുമായി നിശ്ചലമാകുന്ന നദിയുടെ പൊള്ളുന്ന കാഴ്ചകൾ ദാഹത്തിൻ്റെ ആശങ്ക സൃഷ്ടിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതിൻ്റെ 33-ാം വാർഷികം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി K. രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന പ്രേരകുമാരെയും 25 വർഷം പൂർത്തിയാക്കുന്ന നോഡൽ പ്രേരകുമാരെയും ആദരിച്ചു. ഈ മുറ്റം പദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ ഇൻസ്ട്രക്ടർമാരായി പ്രവർത്തിച്ചവർക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, വൈസ് പ്രസിഡന്റ് CP ചാമുണ്ണി എന്നിവർ സമ്പൂർണ്ണ സാക്ഷരതാ ദിന സന്ദേശം നൽകി. O. വിജയൻ, PP ജയരാജൻ, ഡോക്ടർ PC എലിയാമ, KV ജയൻ, PV പാർവതി, ലുക്മാൻ എന്നിവർ സംസാരിച്ചു. ബേബി ഗിരിജ, ശാന്ത, സുമതി, രാധ, KC കൃഷ്ണൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SYS പാലക്കാട് ജില്ലാ പ്ലാറ്റൂൺ അസംബ്ലി ഇന്ന് വൈകിട്ട് ഒറ്റപ്പാലത്ത് നടക്കും. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിൽ SYS പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അസംബ്ലിയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ 59 സർക്കിൾ കേന്ദ്രങ്ങളിൽ നിന്ന് സാമൂഹിക സന്നദ്ധ സേവനങ്ങൾക്കായി പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട 1000-ലധികം പ്ലാറ്റൂൺ അംഗങ്ങൾ അസംബ്ലിയിൽ അണിനിരക്കുമെന്ന് SYS ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ വിവിധ സോൺ സർക്കിൾ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത സേവന പ്രവർത്തനങ്ങൾക്കും ഒത്തുകൂടലുകൾക്കും ശേഷമാണ് പ്ലാറ്റൂൺ അംഗങ്ങൾ സംഗമിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 കണ്ണയമ്പുറം പാലം പരിസരത്തുനിന്ന് ജില്ലാ പ്ലാറ്റൂൺ അസംബ്ലി റാലി ആരംഭിക്കും. ഈസ്റ്റ് ഒറ്റപ്പാലത്തെ സമ്മേളന നഗരിയിൽ റാലി സമാപിക്കും. SYS സംസ്ഥാന പ്രവർത്തക സമിതി അംഗം റഷീദ് സഖാഫി കുറ്റ്യാടി അസംബ്ലിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. പ്രമേയം ഉയർത്തിപ്പിടിച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘം SYS അതിൻ്റെ 70-ാം വാർഷിക സമ്മേളനം 2024 ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടത്തുകയാണ്. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട്
ഓരോ സർക്കിൾ ഘടകങ്ങളിലും രൂപപ്പെടുത്തിയ സന്നദ്ധ സംഘമാണ് പ്ലാറ്റൂൺ അംഗങ്ങൾ. ആ പ്ലാറ്റൂൺ അംഗങ്ങളുടെ പാലക്കാട് ജില്ലയുടെ പ്ലാറ്റൂൺ അസംബ്ലി നാളെ ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുകയാണ്. വൈകിട്ട് 4:30 ഒറ്റപ്പാലം കണ്ണിയാമ്പുറം പാലത്തിന് സമീപത്ത് നിന്നാണ് പ്ലാറ്റൂൺ അസംബ്ലി റാലി ആരംഭിക്കുന്നത്. SYS 70-ാം വാർഷിക സന്നദ്ധ സേന എന്ന നിലയിൽ സംഘടന ലക്ഷ്യമിടുന്ന സാമൂഹിക ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഒരു വർഷം മുഴുവൻ സമ്പൂർണ്ണമായി നേതൃത്വം നൽകുക പ്ലാറ്റൂൺ ടീമായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാംസ്കാരിക അവബോധം, രാഷ്ട്രീയ സാക്ഷരത, സാമൂഹിക വികസനത്തിൽ പങ്കാളിത്തം എന്നീ കാര്യങ്ങളിൽ പരിശീലനം സിദ്ധിച്ച യുവതയെ ചിട്ടപ്പെടുത്താനാണ് സംഘടനയുടെ ലക്ഷ്യം. വാർത്താസമ്മേളനത്തിൽ SYS ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ അവനക്കുന്ന്, ഫിനാൻസ് സെക്രട്ടറി റഷീദ് അഷറഫി ഒറ്റപ്പാലം, യൂസഫ് സഖാഫി വിളയൂർ, മുഹമ്മദ് റനീഷ് ഒറ്റപ്പാലം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. മതേതര ഇന്ത്യയാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടിയെന്ന് സീതാറാം യെച്ചൂരി. മോദി ഭരണത്തിൽ ഇന്ത്യൻ ഭരണഘടന നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. വിവിധ കേന്ദ്രങ്ങളിൽ LDF നിയോജക മണ്ഡലം റാലികൾ. പാലക്കാടിന്റെ സമഗ്ര മുന്നേറ്റം ഉറപ്പുവരുത്തുന്ന പദ്ധതികളും കാഴ്ചപ്പാടുകളുമായി NDA സ്ഥാനാർത്ഥിയുടെ വികസന രേഖ. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കാണിക്കയിടുന്നതിനായി വെച്ചിരുന്ന ഉരുളിയിൽ നിന്ന് പണം കവർന്ന ചാഴൂർ സ്വദേശി അറസ്റ്റിൽ. ടെമ്പിൾ പോലീസിന്റെ പിടിയിലായത് തെക്കിനിയടത്ത് വീട്ടിൽ 50 വയസ്സുള്ള സന്തോഷ് കുമാർ. ചാവക്കാട് തിരുവത്രയിൽ വീടിന്റെ മതിൽ തകർക്കാനുള്ള നീക്കം തടയാൻ ശ്രമിച്ച വീട്ടമ്മയ്ക്കു നേരെ ക്രൂരമർദ്ദനം. തൃശൂരിൽ പൂരങ്ങളുടെ പൂരം. പൂരച്ചടങ്ങുകൾ ആരംഭിച്ചത് കണിമംഗലം ശാസ്താവിന്റെ പുറപ്പാട് വടക്കുനാഥനിൽ എത്തിയതോടെ. ഘടകപൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങി. തെക്കോട്ടിറക്കം വൈകിട്ട് 5 മണിയോടെ. കുടമാറ്റമുൾപ്പെടെ കാഴ്ചയുടെ വിസ്മയത്തിന് തൃശൂരിലേക്ക് മിഴികൾ തുറന്നുവെച്ച് ഉത്സവപ്രേമികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.